പുതുപ്പള്ളിയിൽ നമ്മുടെ ചാണ്ടി ഉമ്മൻ കല്ലറയിലേക്ക് എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇന്ന് നമ്മളുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ 2ാം ആണ്ടാണ്. പ്രേക്ഷകർക്കറിയാം, ഉമ്മൻചാണ്ടി ഇല്ലാതെ പോയ കേരളത്തിന് 2 ആണ്ട് തികയുന്ന ദിവസമാണ് ഇന്ന്. പ്രിയപ്പെട്ട ചാണ്ടി ഉമ്മൻ അവിടെ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ ഇന്ന് പുതുപ്പള്ളിയിലേക്ക് എത്തുകയും ചെയ്യും. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ അവിടെ അതിനുള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട്. കല്ലറയിലേക്ക് ഉള്ള സംവിധാനങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കളടക്കം ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി ഉമ്മൻചാണ്ടിക്ക് അന്ത്യയാത്രയുടെ ഓർമ്മകൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരുമായൊക്കെ പങ്കുവയ്ക്കും. ഉമ്മൻചാണ്ടി ഇല്ലാതെ പോയ കേരളത്തിൻ്റെ 2 ആണ്ട് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ അവിടെ എത്തുന്നു. നല്ല മഴയുണ്ട് എല്ലായിടങ്ങളിലും. കോട്ടയത്തും നല്ല മഴയുണ്ട്, പുതുപ്പള്ളിയിലും നല്ല മഴയുണ്ട്. ഇതേപോലെ 2 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയെ പുതുപ്പള്ളിയിൽ അടക്കിയതും പുതുപ്പള്ളിയിൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞിന് കേരളം വിട നൽകിയതും. ഇപ്പോൾ നമുക്കിപ്പം അഖിലുണ്ട്. അഖിൽ, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അല്പസമയത്തിനുള്ളിൽ അവിടെ എത്തിച്ചേരും. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട്. 2 ആണ്ടാണ്. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട് അല്ലേ കല്ലറയിൽ? ഇപ്പോൾ ചാണ്ടി ഉമ്മൻ കല്ലറയിൽ എത്തിയിരിക്കുകയാണ്. അല്പസമയം മുമ്പായിരുന്നു മറിയം ഉമ്മൻ എത്തിയിരുന്നു. മറിയം ഉമ്മൻ എത്തി കല്ലറയിലെത്തി പ്രാർത്ഥിച്ച ശേഷമാണ് പള്ളിക്കകത്തേക്ക് പോയത്. ചാണ്ടി ഉമ്മനും അതുപോലെ തന്നെ എത്തി ഉടൻ തന്നെ കല്ലറയിലേക്ക് എത്തി പ്രാർത്ഥന നടത്തിയ ശേഷമാണ് പോകുന്നത്. പല നേതാക്കളും, കോൺഗ്രസ് നേതാക്കളും പലരും, ബെന്നി ബെഹനാൻ അടക്കമുള്ള MP അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അവരെല്ലാവരും ഈ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് താഴേക്ക് പോയത്. ഇനി ഈ പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം കുടുംബാംഗങ്ങൾ എല്ലാവരും എത്തി ആദ്യം പുഷ്പാർച്ചന നടത്തും. അതിന് ശേഷമായിരിക്കും മറ്റ് 9:40 കൂടി രാഹുൽ ഗാന്ധി എത്തുക. രാഹുൽ ഗാന്ധി എത്തിയ ഉടൻ തന്നെ ആദ്യം പുഷ്പാർച്ചന നടത്തും. അതിനുശേഷമാണ് രാഹുൽ ഗാന്ധി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഈ പൊതുസമ്മേളനത്തിലേക്ക് അനുസ്മരണ യോഗത്തിൽ വെച്ചുകൊണ്ടാണ് ആ പ്രഖ്യാപനം ഉണ്ടാവുക. 11 വീടുകളുടെ താക്കോൽദാനം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ പുതിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനമൊക്കെ തന്നെ ഉണ്ടാകും. നിലവിൽ ഇപ്പോൾ പള്ളിക്കകത്തേക്ക് ചാണ്ടി ഉമ്മൻ കയറുകയാണെന്നുള്ളതാണ്. കുർബാനയിൽ പങ്കെടുക്കുന്നതിനായി പള്ളിക്കകത്തേക്ക് ചാണ്ടി ഉമ്മൻ കയറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഇപ്പോൾ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്. മറിയം ഉമ്മനും കുടുംബാംഗങ്ങൾ എല്ലാവരും രാവിലെ തന്നെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ചാണ്ടി ഉമ്മൻ പള്ളിയിലേക്ക് പോവുകയാണ്. ഇന്ന് പ്രത്യേക പ്രാർത്ഥനയുണ്ട്. 5 പതിറ്റാണ്ട് നിയമസഭാംഗവും 2 തവണ നമ്മുടെ മുഖ്യമന്ത്രിയുമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിലാണ് ഇന്നും ഇപ്പോൾ കേരളമുള്ളത്. ആ ഓർമ്മകൾ പോലും ഒരു കരുത്താണ് എന്നതാണ് കോൺഗ്രസിലെ ഒരു കൂട്ടം നേതാക്കൾ ഇപ്പോഴും പറയുന്നത്. 2023 ജൂലൈ 18 നമ്മളുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സമാനതകളില്ലാത്ത വിധം കേരളത്തെ ഉള്ളം കൊണ്ടുതൊട്ട ഉമ്മൻചാണ്ടിയെ കേരളം ഉള്ളം കൊണ്ടുതൊട്ട ഒരു ബന്ധമായിരുന്നു കേരളവും ഉമ്മൻചാണ്ടിയും തമ്മിലുണ്ടായിരുന്നത്. ആ ഉമ്മൻചാണ്ടിയുടെ 2ാം അനുസ്മരണ ദിനമാണ് ഇന്ന്. പ്രത്യേക പ്രാർത്ഥനകളുണ്ട് പള്ളിയിൽ. നമ്മളിപ്പോൾ കാണുന്നത് പുതുപ്പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്.